നവരാത്രി പൂജയ്ക്ക് പോലും മാംസവിഭവങ്ങൾ ഒഴിവാക്കാത്തവരാണ് ബംഗാളികൾ. അവരുടെ ആ വികാരത്തെയാണ് നരേന്ദ്രമോദിക്കെതിരെയുള്ള കുപ്രചരണത്തിനായി മമത ബാനർജി ഉപയോഗിച്ചത്. എന്നാൽ ബിജെപി അധികാരത്തിൽ വന്നാൽ ബംഗാളിലെ മത്സ്യമാംസ വിഭവങ്ങൾ നിരോധിക്കും എന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രസ്താവനകൾക്ക് ഇതാ മറുപടി. മാംസം പ്രസാദമായി നൽകുന്ന ചരിത്ര പ്രസിദ്ധമായ തന്താനിയ കാളിബാരി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി. നോർത്ത് കൊൽക്കത്തയിലെ റോഡ് ഷോയ്ക്ക് മുന്നോടിയായാണ് 300 വർഷത്തിലേറെ പഴക്കമുള്ള ഈ പുരാതന ക്ഷേത്രത്തിൽ നരേന്ദ്രമോദി എത്തിയത്. ഇന്ത്യയിൽ തന്നെ മാംസാഹാര പ്രസാദം നിവേദിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തന്താനിയ കാളിബാരി. ബ്രഹ്മാനന്ദ കേശവചന്ദ്രസെന്നിന്റെ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ മാ സിദ്ധേശ്വരിക്ക് സബ്ചിംഗ്രി അർപ്പിച്ച രാമകൃഷ്ണ പരമഹംസയിൽ നിന്നാണ് ഈ ആചാരം പിന്തുടരുന്നത്. അന്നു മുതൽ ആ ആചാരം തുടർന്നു. ശ്യാംപുകൂരിൽ താമസിക്കുന്നതിനിടെ രാമകൃഷ്ണൻ രോഗബാധിതനായപ്പോൾ ഭക്തർ അതേ രീതി പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് മാംസാഹാര പ്രസാദം നൽകുകയായിരുന്നു. നഗരത്തെക്കാൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം, 1703 സ്ഥാപിതമായ ക്ഷേത്രം കൊൽക്കത്തയുടെ ഔപചാരിക വികസനത്തിനു മുമ്പാണ് സ്ഥാപിതമായത്. ഈ പ്രധാന ദേവനെ ജാഗ്രത് ആയി കണക്കാക്കുന്നു. കാരണം അദ്ദേഹം എപ്പോഴും ഉണർന്നിരിക്കുന്നവനും ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നവനും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ദേവാലയം ഇപ്പോഴും ധാരാളം ഭക്തരെ ആകർഷിക്കുന്നുണ്ട്. നഗരത്തിന്റെ ആത്മീയ സ്വത്വത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. രാമകൃഷ്ണ പരമഹംസൻ ഇവിടെ പതിവായി സന്ദർശിക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിന് ശക്തമായ ബന്ധമുണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ ഒരു ലിഖിതത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ശങ്കരർ ഹൃദയ് മജ്ജെ കാളി ബിരാജെ, മാ കാളി ശങ്കറിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്.